ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SR Diaries ഒഫീഷ്യൽ. നിങ്ങൾ ഒരു വേളാങ്കണ്ണി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണോ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ട് ഇൻ വേളാങ്കണ്ണിയാണ്. റിസോർട്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകളും അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ ഈ വീഡിയോ കാണുക. ഇത് എടപ്പള്ളി പള്ളിയാണ്. ഞങ്ങളുടെ എല്ലാ യാത്രയും ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ആരംഭിക്കുന്നത്. അപ്പോൾ പള്ളിയിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു 4:30 ആ ടൈമിലാണ് സ്റ്റാർട്ടപ്പ് ചെയ്തത്. ഈ ടൈമിൽ നമ്മുടെ ജേർണി ആരംഭിച്ചാലുണ്ടല്ലോ അധികം ട്രാഫിക് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കേരള ബോർഡർ കടക്കാൻ സാധിക്കും. ഇത് കണ്ടോ, ഇത് ഏകദേശം ഒരു 6:30 മണി സമയമാണ് കേട്ടോ. സൺറൈസിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് അങ്ങനെ പോവുകയാണ്. ഇത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വണ്ടി നിർത്തിയതാണ്. ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇത് സെക്കൻഡ് ടൈമാണ് കേട്ടോ ഈ ഒരു ഹോട്ടലിൽ ഞങ്ങൾ കയറുന്നത്. അത്യാവശ്യം നല്ല ഫുഡാണ് ഇവിടെ. എൻ്റെ ഫേവറേറ്റായ മസാല ദോശയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ റിലാക്സൊക്കെ ചെയ്തു നിന്ന് പിന്നെ വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ ജേർണി ആരംഭിച്ചു. ശരിക്കും ഒരു 10 to 12 hours ടൈം എടുക്കും നമ്മൾ എറണാകുളം ടു വേളാങ്കണ്ണി എത്താൻ. അപ്പോൾ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യാതെ ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തി നല്ല നല്ല വ്യൂസൊക്കെ കാണുമ്പോൾ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. ഇത് ഇടയ്ക്ക് എനിക്കൊരു സ്വീറ്റ് ക്രേവിങ്സ് വന്നു. അപ്പോൾ വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഒരു ലഡ്ഡു എടുത്തതാണ്. തമിഴ്നാട്ടിലേക്ക് കയറിയാൽ പിന്നെ നല്ല സുഖമാണ് കേട്ടോ ഡ്രൈവ് ചെയ്യാൻ. നല്ല വലിയ റോഡുകളാണ്, നാട്ടിലെ പോലെ കുണ്ടും കുഴിയൊന്നുമില്ല. നമ്മളിപ്പോൾ ഏകദേശം വേളാങ്കണ്ണി എത്താറായിട്ടുണ്ട്. ഇവിടെ എത്തിയാൽ ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്നത് നേരെ പള്ളിയിൽ ചെല്ലും. പള്ളിയിൽ കയറി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും, നേർച്ചയിടും. അതിനുശേഷം മാത്രമാണ് നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിലേക്ക് ചെക്ക് ഇൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തേക്കുന്നത്, ഹോട്ടൽ സീ ഗേറ്റ്. ഇത് അത്യാവശ്യം വേണ്ട ലോണും അതുപോലെ തന്നെ പാർക്കിംഗ് ഫെസിലിറ്റീസും ഒക്കെയുള്ള ഒരു ഹോട്ടലാണ്. ഇത് അവരുടെ റിസപ്ഷൻ ഏരിയയാണ്. അപ്പോൾ റിസപ്ഷനിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ് ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയ സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ റൂമിൻ്റെ മൊത്തത്തിൽ വരുന്ന ഒരു വ്യൂ ഇങ്ങനെയാണ്. ബെഡ് വരുന്നത് ഇങ്ങനെയാണ്. ഒരു ഫാമിലി കോട്ടും അതുപോലെ തന്നെ ഒരു സിംഗിൾ കോട്ടും ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊരു വാർഡ്രോബാണ്, നമുക്ക് എല്ലാ ലഗേജസും ഇവിടെ വയ്ക്കാം. പിന്നെ വൈഡായിട്ടുള്ള ഒരു വിൻഡോ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് പള്ളി നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കും. പിന്നെ ഫുൾ AC റൂമാണ്. ഒരു മിനി ഫ്രിഡ്ജുണ്ട്, TV ഉണ്ട്. അതുപോലെ തന്നെ ചായ കോഫിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡിങ് ഇലക്ട്രിക് കെറ്റിൽ ഇവിടെയുണ്ട്. ഇതൊരു ലോക്കറാണ്, പാസ്വേഡ് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. ഈ ഒരു ബെഡ്റൂം ലക്ഷറി ട്രിപ്പിൾ ബെഡ്റൂമിൽ വരുന്നതാണ്. 3900 rupees ഈ ഒരു കാറ്റഗറി റൂം പെർ നൈറ്റിന് വരുന്നത്. ഇനി ടോയ്ലറ്റ് കാണിച്ചു തരാം. ഇതാണ് ടോയ്ലറ്റ്. നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റാണ്. മാത്രമല്ല ഇവിടെ ഉപ്പുവെള്ളമല്ല, നല്ല വെള്ളം തന്നെയാണ് കിട്ടുന്നത്. ഇവർക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോൾ ഏകദേശം ഒരു 2:30 മണി സമയമായി. ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ച ഫുഡ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ലഞ്ച് ടൈം ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മീൽസ് കിട്ടിയില്ല. ഇവർക്ക് റൂംസ് കൂടാതെ കോട്ടേജസും അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് കോട്ടേജസ് വരുന്നത്. ഇത് ഇവരുടെ ഗാർഡൻ ഏരിയ ആണ്. നല്ല രസമായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഗാർഡനോട് തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ സ്വിമ്മിംഗ് പൂൾ ഏരിയ വരുന്നത്. ഇതാണ് സ്വിമ്മിംഗ് പൂള്. ഇതിൽ കുട്ടികൾക്കായിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ അറ്റാച്ച്ഡ് ആണ്.
കുട്ടികൾക്ക് ശരിക്കും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. സ്വിമ്മിംഗ് പൂളിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ഒരു പ്ലേ ഏരിയ ആണിത്. ഇവിടെ അത്യാവശ്യം കുട്ടികൾക്ക് വേണ്ട സ്ലൈഡിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ കോട്ടേജസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് ക്വിക്കായിട്ട് കാണിച്ചു തരാം. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ലിവിങ് സ്പേസ്, പിന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. വലിയൊരു ഫ്രിഡ്ജ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതൊരു കിച്ചൺ പോലെയാണ്. നമുക്കിവിടെ സെൽഫ് കുക്കിംഗ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പാത്രങ്ങൾ റെൻറ്റിന് അവൈലബിൾ ആണ്. കുക്ക് ചെയ്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. 2 ബെഡ്റൂമാണ് വരുന്നത്. അതിലൊന്നാമത്തെ ബെഡ്റൂമാണിത്. ഇത് മറ്റൊരു ബെഡ്റൂമാണ്. ഈ 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ്. അപ്പോൾ നിങ്ങളൊരു 2 ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ കോട്ടേജസ് ആയിരിക്കും നല്ലൊരു ബെസ്റ്റ് ചോയ്സ്. ഇത് സ്റ്റാൻഡേർഡ് കോട്ടേജ് എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 5250 ആണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ലക്ഷറി കോട്ടേജസ് ആണ്. സ്റ്റാൻഡേർഡ് കോട്ടേജിനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി സ്പീഷ്യസ് ആണ്. എല്ലാ റൂംസും കുറച്ചുകൂടി വലുതാണ്, അത്രയേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. സെയിം തന്നെയാണ് അടുത്ത റൂമും. ബോത്ത് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ്. പിന്നെ കിച്ചൺ വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ലക്ഷറി കോട്ടേജിൻ്റെ പ്രൈസ് വരുന്നത് 6250 ആണ്. ഇത് ട്വിൻ ബെഡ് കാറ്റഗറിയിൽ വരുന്ന റൂമാണ്. ഇതിൽ സിംഗിൾ ബെഡാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3250 ആണ്. പിന്നെ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് റൂം അവൈലബിൾ ഇൻ സീ ഗേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു റൂമാണിത്. ഇത് റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന നല്ല ലോങ് ആയിട്ടുള്ള ഒരു വരാന്തയാണ്. ശരിക്കും ഈ സീ ഗേറ്റ് റിസോർട്ട് മോർണിംഗ് സ്റ്റാർ ചർച്ച്, അതായത് മലയാളം കുർബാന നടക്കുന്ന പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. റിസോർട്ട് കോമ്പൗണ്ട് വാളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പള്ളിയും ജീസസിൻ്റെ ആ ബിഗ് സ്റ്റാച്ചു ഒക്കെ നന്ന ഭംഗിയായിട്ട് നമുക്ക് കാണാം. നല്ല ഭംഗിയായിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. ഇത് റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. അതുപോലെ തന്നെ ഇത് വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇത് നൈറ്റ് വ്യൂ ആണ്. രാത്രിയിൽ ഗ്രില്ല് വേണ്ടവർക്ക് ഗ്രില്ല് ചെയ്ത് തരും. ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. ഇത് മോർണിംഗ് വ്യൂ ആണ് കേട്ടോ. നമുക്ക് രാവിലെ പള്ളിയൊക്കെ കണ്ട് എഴുന്നേൽക്കാം. ഇത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. നേരത്തെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു, ഇപ്പോൾ പേയബിൾ ആണ്. അതിനുശേഷം ഞങ്ങൾ പള്ളിയിൽ വന്നു. ഓശാന ആയിരുന്നു അന്ന്, അപ്പോൾ ഓശാന കുർബാനയൊക്കെ കണ്ടു. തിരിച്ച് റിസോർട്ടിൽ തന്നെ വന്ന് ചെക്ക് ഔട്ട് ചെയ്തു. ഇത് തിരിച്ചു പോരുമ്പോഴുള്ള കുറച്ച് സൈഡ് സീൻസ് ആണ്. ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. വെജ് മീലായിരുന്നു. പിന്നെ ഇത് റോഡ് സൈഡിൽ പനങ്കരിക്ക് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. സമ്മർ സീസണിൽ നല്ലതാണല്ലോ ഈ പനങ്കരിക്ക് കഴിക്കുന്നത്. ഇത് പാലക്കാടാണ്, കുതിരാൻ ടണൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വേളാങ്കണ്ണി ട്രിപ്പിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് us. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.